ഹായ് ഗായ്സ്, വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ മലയാളം എനിമി സ്റ്റോറീസ്. അപ്പൊ ഇന്ന് നമ്മൾ കാണാൻ പോകുന്നത് ദി ഫ്രാഗ്രന്റ് ഫ്ലവർ ബ്ലൂംസ് വിത്ത് ഡിഗ്നിറ്റി അനിമയുടെ 3ാമത്തെ എപ്പിസോഡാണ്. അങ്ങനെ എപ്പിസോഡിന്റെ തുടക്കത്തിൽ തന്നെ റിൻഡാരോ ഉസാമിയും ക്ലാസ് റൂമിൽ ഇങ്ങനെ ഇരിക്കുമായിരിക്കും. അവരിങ്ങനെ വേർത്ത് പുഴുകിയിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. എന്നിട്ട് റിൻഡാരോ, എന്റെ ദൈവമേ, ഈ ചൂട് എന്നെ കൊല്ലുന്നാ തോന്നുന്നത്. അത് കേട്ട് ഉസാമി, റിൻഡാരോ നമുക്ക് സ്റ്റാഫ് റൂമിൽ പോയാലോ, അവിടെ പോയിട്ട് നമുക്ക് കുറച്ചേരം എ സിയിൽ ഇരുന്നിട്ട് വരാം. റിൻഡാരോ ആ ശരിന്ന് പറഞ്ഞിട്ട് അങ്ങനെ അവർ രണ്ടുപേരും കൂടെ നടന്ന് സ്റ്റാഫ് റൂമിലേക്ക് പോവുകയാണ്. എന്നിട്ട് ഉസാമി ഇങ്ങനെ തലയും കുണിച്ചിട്ട് പറഞ്ഞുകൊണ്ട് വരുവാണ്, ഓ ഒന്നിനും ഒരു ഉഷാറില്ല, എന്തെങ്കിലും ഒരു ഫണ്ണായിട്ടുള്ള കാര്യം ചെയ്തില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് ആകെ മടുപ്പായി പോകും എന്നിങ്ങനെ പറഞ്ഞു വരുമ്പോഴാണ് പെട്ടെന്ന് ഉസാമിക്ക്, നമുക്ക് ഈ മാസം സ്പോർട്സ് ഫെസ്റ്റിവൽ വരുന്നുണ്ട്. അപ്പൊ റിൻഡാരോ, ശരിയാണ്. ഉസാമിക്ക് വളരെ സന്തോഷായി. ഓ എന്നെ കൊണ്ട് വെയിറ്റ് ചെയ്യാൻ പറ്റത്തില്ല, നമുക്ക് എന്തായാലും ഈ പ്രാവശ്യം കപ്പ് അടിക്കണം. അങ്ങനെ പറഞ്ഞിട്ട് അവര് സ്റ്റാഫ് റൂമിൽ അവരെ ക്ലാസ് മാഷിന്റെ അടുത്ത് വന്നിട്ട് ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. അപ്പൊ ക്ലാസ് മാഷ് ആണെങ്കിൽ, നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പോർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാൻ സാധിക്കില്ല. അപ്പൊ ഉസാമിക്ക് ആകെ വിഷമാവും. ഉസാമി അവിടെ കിടന്ന് എന്തുകൊണ്ടാണ് ഞങ്ങൾക്ക് രണ്ടുപേർക്കും സാധിക്കാത്തത്? അപ്പൊ അവിടെ സാർ ഇരുന്നിട്ട്, ഈ പ്രാവശ്യത്തെ മിഡ് ടൈം എക്സാം നല്ല ടഫ് ആയിരിക്കും, അതുകൊണ്ട് എന്തായാലും നിങ്ങൾ രണ്ടുപേരും ജയിക്കാൻ പോകുന്നില്ല. അപ്പൊ നിങ്ങൾക്ക് രണ്ടുപേർക്കും സ്പോർട്സ് ഫെസ്റ്റിവലിൽ പങ്കെടുക്കാനും സാധിക്കില്ല എന്ന് പറയാണ്. അപ്പൊ ഉസാമി, ഞങ്ങൾ ജയിക്കില്ലാതെ നിങ്ങൾ എങ്ങനെ തീരുമാനിക്കും? ഞങ്ങൾ എന്തായാലും ഈ പ്രാവശ്യം ജയിക്കും, സാറ് നോക്കിക്കോ. അപ്പൊ സാർ ഇരുന്നിട്ട്, നിങ്ങളെ കൊണ്ടൊന്നും പറ്റില്ല എന്ന് പറയുമ്പോഴത്തേനും ഉസാമി അവിടെ ഇരുന്നിട്ട്, എന്തായാലും ഞങ്ങളെ കൊണ്ട് പറ്റും, ഞങ്ങൾ ജയിച്ചു കഴിഞ്ഞാൽ ഞങ്ങൾക്ക് എന്തെങ്കിലും റിവാർഡ്സ് താന്ന് പറയുവാണ്. എന്നിട്ട് സാർ ഇങ്ങനെ ഇരുന്ന് ആലോചിച്ചിട്ട്, ശരി, നിങ്ങൾ എക്സാമിന് പാസ്സായിട്ട് ഫെസ്റ്റിവലിൽ ജയിച്ചു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഞാൻ ഐസ്ക്രീം വാങ്ങിച്ചു തരാന്ന് പറയാണ്. അപ്പൊ ഉസാമിക്ക് വളരെ സന്തോഷാവും. സാറിന്റെ അടുത്ത് ലവ് യു എന്നൊക്കെ പറഞ്ഞിട്ട് വരുവാണ്. എന്നിട്ട് ക്ലാസ് റൂമിൽ വന്നിരുന്നിട്ട്, കഷ്ടം കഷ്ടം കഷ്ടം, ഒരു ദിവസത്തിൽ എത്ര മണിക്കൂറുണ്ട്, എനിക്കിരുന്ന് പഠിക്കണം, പക്ഷെ എന്നെ കൊണ്ട് ഒരു 10 മിനിറ്റ് പോലും ഫോക്കസ് ചെയ്യാൻ പറ്റുന്നില്ല. അപ്പൊ അവന്റെ ഫ്രണ്ട് സാക്കു അവിടെ ഇരുന്നിട്ട്, നിന്നെ കൊണ്ട് എന്തായാലും പറ്റില്ല എന്ന് പറയുമ്പോ ഉസാമി എഴുന്നേറ്റിട്ട്, എന്നെ എങ്ങനെയും രക്ഷിക്ക്, എനിക്ക് എങ്ങനെയും ഒക്കെ ഒന്ന് പഠിപ്പിച്ചതാന്ന് പറയുവാണ്. അപ്പൊ സാക്കു അവിടെ കിടന്ന് കാറുകയാണ്, ഞാൻ നിന്നെ പഠിപ്പിച്ച് മടുത്തു, നിന്നെ ഇത്രയും വർഷം ഞാൻ പഠിപ്പിച്ചു തന്നിട്ടും നീ പിന്നെയും തോറ്റോണ്ടിരിക്കുവാണ്, എന്തായാലും ഞാൻ ഈ പ്രാവശ്യം നിന്നെ പഠിപ്പിക്കാൻ പോണില്ല എന്ന് അവൻ അവിടെ കിടന്ന് കാറുവാണ്. അപ്പൊ റിൻഡാരോ പാവം പോലെ അവിടെ ഇരിപ്പുണ്ടായിരിക്കും. എന്നിട്ട് റിൻഡാരോ യോറിട്ടാന്റെ അടുത്ത് ചോദിക്കാണ്, എന്നെ ഹെൽപ്പ് ചെയ്യാൻ പറ്റുമോ നിന്നെ കൊണ്ട്? അപ്പൊ അവനും കൈവിരിക്കുവാണ്, ഞാനും ഇനിയും പഠിച്ചു തീർന്നിട്ടില്ല, എന്തായാലും നമുക്ക് സാക്കുവിന്റെ ഒപ്പം തന്നെ പോയിരുന്ന് പഠിക്കാം. പെട്ടെന്ന് അവിടെ ഉസാമി വന്നിട്ട് റിൻഡാരോന്റെ ഷോൾഡറിൽ പിടിച്ചിട്ട്, നിങ്ങൾക്ക് ഞങ്ങള് ഫെസ്റ്റിവലില് ജോയിൻ ചെയ്യണമെന്ന് ഒരാഗ്രഹവും ഇല്ല അല്ലെ? ശരി, ഞങ്ങള് നിങ്ങൾ ഇല്ലാണ്ട് തന്നെ പഠിച്ച് പാസ്സായിക്കോളാം. അപ്പൊ സാക്കു അവിടെ വന്നിട്ട്, നിനക്ക് എന്താണോ ചെയ്യാൻ പറ്റിയ നീ ചെയ്യ് എന്ന് പറഞ്ഞിട്ട് അവര് വഴക്കിടുവാണ് അവിടെ. എന്നിട്ട് റിൻഡാരോന്റെ അമ്മ റിൻഡാരോയ്ക്ക് മെസ്സേജ് അയക്കുവാണ്, ഇന്ന് നമ്മുടെ സ്റ്റോറിൽ ഡിസ്കൗണ്ട് കൊടുക്കുന്ന ദിവസമാണ്, നീ വേണമെങ്കിൽ വഗൂരിനെ ഇൻവൈറ്റ് ചെയ്യ്, ഞാൻ കുറെ ദിവസമായി അവളെ കണ്ടിട്ട്, എനിക്കും കാണാൻ കൊതിയാവുന്നു. എന്നിട്ട് അവൻ ഇങ്ങനെ ഇരുന്ന് ആലോചിക്കാണ്, ശരിയാണ്, വഗൂരി വന്നിട്ട് കുറച്ച് ദിവസമായി ഷോപ്പിലേക്ക്, എന്തായാലും അവളുടെ ഫാമിലി റിച്ച് ആണെന്ന് കരുതിയിട്ട് അവൾക്ക് അവളുടെ പോക്കറ്റ് മണി മൊത്തം ചെലവാക്കാൻ പറ്റില്ലല്ലോ. അങ്ങനെ അവിടെ സാറ് വന്ന് ക്ലാസ് എടുത്തോണ്ടിരിക്കുകയായിരിക്കും. റിൻഡാരോ അവിടെ ഇരുന്ന് വഗൂരിക്ക് മെസ്സേജ് ടൈപ്പ് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. ടൈപ്പ് ചെയ്ത് കഴിഞ്ഞിട്ട് അവൻ ആ മെസ്സേജ് അയക്കണോ വേണ്ടയോ, തെറ്റാവോ എന്താണോ, അയക്കണോ അയക്കണ്ടേ ഒന്നും അറിയാണ്ട് അവൻ അവിടെ ഇരുന്ന് ഇങ്ങനെ ടെൻഷൻ ആവുകയാണ്. എന്നിട്ട് ടൈപ്പ് ചെയ്ത മെസ്സേജ് അവൻ ഡിലീറ്റ് ചെയ്തിട്ട് അവൻ എന്ത് ചെയ്യണം എന്ന് ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ്. എന്നിട്ട് ഉസാമി ഒരു ഉറക്കമൊക്കെ കഴിഞ്ഞ് എഴുന്നേക്കുമ്പോഴത്തേനും, എന്തായാലും കുഴപ്പമില്ല എന്ന് പറഞ്ഞിട്ട് റിൻഡാരോ വഗൂരിക്ക് മെസ്സേജ് അയക്കുവാണ്. മെസ്സേജ് അയച്ചു കഴിഞ്ഞിട്ടാണ് റിൻഡാരോ ആലോചിക്കുന്നത്, കിക്യു സ്കൂളിൽ ചിലപ്പോ ഫോൺ അലൗഡ് അല്ലെങ്കിലോ. അപ്പത്തേനും വഗൂരിന്റെ അടുത്തുനിന്ന് റിപ്ലൈ വരുവാണ്, എന്നെ ഷോപ്പിലേക്ക് ക്ഷണിച്ചതിന് നന്ദിയുണ്ട്, പക്ഷേ എനിക്ക് വരാൻ പറ്റുന്നു തോന്നുന്നില്ല, കാരണം ഞാൻ ഈ മാസം കുറച്ച് ബിസിയാണ്. അപ്പൊ റിൻഡാരോ ഓക്കെ എന്ന് പറഞ്ഞ് മെസ്സേജ് അയക്കും. എന്നിട്ട് റിൻഡാരോ മനസ്സിൽ, വഗൂരിക്ക് ഈ മാസം അവളുടേതായ തിരക്കുകൾ ഉണ്ടാവും, പക്ഷെ എനിക്ക് എന്തിനാണ് ഇങ്ങനെ വിഷമായിട്ട് ഫീൽ ചെയ്യുന്നത്? അപ്പത്തേനും അവിടെ ഉസാമി വന്നിട്ട്, വാ നമുക്ക് ലൈബ്രറിയിലേക്ക് പോവാം എന്ന് പറഞ്ഞ് പഠിക്കാൻ വിളിക്കുവാണ് ഉസാമി. അങ്ങനെ അവര് ലൈബ്രറിന്റെ മുമ്പിൽ എത്തും. എന്നിട്ട് ഉസാമി, സ്കൂൾ ലൈബ്രറിയിലാണെങ്കിൽ AC ഇല്ല, ഇവിടെ നമുക്ക് AC ഉണ്ടാവും. എന്നിട്ട് അവരങ്ങനെ ലൈബ്രറിന്റെ ഉള്ളിലേക്ക് പോവാണ്. അപ്പൊ ഉസാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ട് വരുവാണ്, അവരാരും ഇല്ലാണ്ട് ജയിക്കാൻ പറ്റുമെന്നൊന്നും ഞാൻ നോക്കട്ടെ. അങ്ങനെ അവരവിടെ ഇരുന്ന് പഠിച്ചുകൊണ്ടിരിക്കുകയായിരിക്കും. കുറച്ചു നേരം കഴിയുമ്പോഴത്തേനും ഉസാമിയുടെ കാറ്റ് പോവാണ്. അയ്യോ, എന്നെ കൊണ്ട് ഇത് സോൾവ് ചെയ്യാൻ പറ്റുന്നേ ഇല്ല. അപ്പൊ റിൻഡാരോ അവിടെ ഇരുന്നിട്ട്, നമുക്കൊരു കാര്യം ചെയ്താലോ, നട്സുവേന്റെ അടുത്ത് പോയിട്ട് സോറി പറഞ്ഞിട്ട് അവന്റെ ഒപ്പം തന്നെ നമുക്കിരുന്ന് പഠിച്ചാലോ, അവനല്ലേ കഴിഞ്ഞ വർഷം നമ്മളെ സഹായിച്ചത്, നീ ഓർക്കുന്നില്ല?
തോന്നുന്നില്ല അത്. എന്നിട്ട് ഉസാമി ആ ഡെസ്കിൽ ഇങ്ങനെ കിടന്നിട്ട് എനിക്ക് ആകെ എന്തോ പോലെ ഫീൽ ചെയ്യുന്നുണ്ട്. അവൻ കഴിഞ്ഞ പ്രാവശ്യം അത്രയും നമുക്ക് ഹെൽപ്പ് ചെയ്തതാണ്, എന്നാലും നമ്മൾ ഫെയിലായി. എന്നിട്ട് റിൻഡാരോ അവനെ സമാധാനിപ്പിക്കാണ്, ഡാ നമുക്ക് ഐസ്ക്രീം കഴിക്കണ്ടേ, നട്സുവ അങ്ങനെയൊന്നും കരുതൊന്നുമില്ല, നമുക്ക് അവന്റെ അടുത്ത് പോയി ചോദിക്കാം, എന്നിട്ട് നമുക്ക് സ്പോർട്സ് ഫെസ്റ്റിവലിൽ പോയി ജോയിൻ ചെയ്യണം. എന്നിട്ട് ഉസാമി എനക്ക് ഉറപ്പാണോ റിൻഡാരോ? ഉസാമി എഴുന്നേറ്റിട്ട് അവര് സ്കൂളിന്റെ ബാക്കിൽ പഠിച്ചുകൊണ്ടിരിപ്പുണ്ട്, ഞാൻ പോയി ചെക്ക് ചെയ്യാം, നമുക്ക് രണ്ടുപേർക്കും എന്തായാലും സ്പോർട്സ് ഫെസ്റ്റിവലിൽ ജോയിൻ ചെയ്യാം റിൻഡാരോ. ഞാൻ അവരുടെ അടുത്ത് പോയി സോറി പറഞ്ഞിട്ട് ഞാൻ അവരെ ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ടുവരാം എന്ന് പറഞ്ഞിട്ട് ഉസാമി അവിടുന്ന് പോവുകയാണ്. അങ്ങനെ റിൻഡാരോ അവിടെ ഇരിക്കുമ്പത്തേനും സ്കൂളിൽ പഠിക്കുന്ന രണ്ട് ചെറിയ പെൺകുട്ടികൾ അവിടെ വരുവാണ്. അപ്പൊ അവർക്ക് അവിടെ ഇരിക്കാൻ സീറ്റില്ല. അവരിങ്ങനെ നോക്കിക്കൊണ്ട് നിൽക്കുമ്പത്തേനും റിൻഡാരോ എഴുന്നേറ്റ് അവിടെ നിന്ന് പോവുകയാണ്. അപ്പൊ ആ രണ്ട് പെൺകുട്ടികൾ ഇങ്ങനെ തമ്മിൽ പറയുവാണ്, ആ ചേട്ടൻ നമുക്ക് സീറ്റ് തന്നതല്ലേ, നമുക്ക് ആ ചേട്ടനോട് താങ്ക്സ് പറയണ്ടേ എന്ന് പറഞ്ഞ് അങ്ങനെ നിൽക്കുമ്പത്തേനും റിൻഡാരോ ഉസാമിക്ക് ഇങ്ങനെ മെസ്സേജ് അയക്കുവാണ്, ഞാൻ കാരണം നമ്മുടെ സീറ്റ് പോയി. എന്നിട്ട് റിൻഡാരോ ലൈബ്രറിന്റെ വെളിയിലേക്ക് നടന്നു വരുമ്പത്തേനും പെട്ടെന്ന് വഗുരി എന്നുള്ള പേര് കേൾക്കുവാണ്. എന്നിട്ട് റിൻഡാരോ ആ ശബ്ദം കേട്ടിട്ട് അവനിങ്ങനെ ഒളിഞ്ഞു നിന്ന് നോക്കുമ്പത്തേനും അവിടെ വഗുരിയും വേറൊരു ഫ്രണ്ടും കൂടിയിട്ട് ഇരുന്ന് പഠിക്കുമായിരിക്കും. അപ്പൊ അവനിങ്ങനെ മനസ്സില്, ഓ അപ്പൊ വഗുരി ഈ മാസം വരില്ല എന്ന് പറഞ്ഞത് അത് അവളുടെ എക്സാമിന് വേണ്ടി പ്രിപ്പയർ ചെയ്യാൻ വേണ്ടിയിട്ടായിരിക്കും. എന്നിട്ട് ഒന്നും കൂടി അവനിങ്ങനെ തിരിഞ്ഞു നോക്കുമ്പത്തേനും അവള് ശരിക്കും അവിടെ അവളുടെ ക്ലാസ് ടീച്ചറിനെ വരച്ചോണ്ടിരിക്കുകയായിരിക്കും കാർട്ടൂൺ രൂപത്തില്. അടുത്തൊരു പൂച്ചക്കുട്ടി ഉണ്ടാവും. എന്നിട്ട് അവരിങ്ങനെ സംസാരിച്ചിരിക്കുമ്പത്തേനും അവളുടെ ഫ്രണ്ട് പറയും, നീ ഇപ്പൊ ഇതൊക്കെ കാണിച്ചു കഴിഞ്ഞാലും നീ എപ്പോഴും ക്ലാസ് ഫസ്റ്റ് തന്നെയാണ്. അത് കേൾക്കുമ്പത്തേനും റിൻഡാരോ ഷോക്ക് ആവുകയാണ്. എന്നിട്ട് റിൻഡാരോ ലൈബ്രറിന്റെ വെളിയിൽ പോയിട്ട് ഇരുന്നിട്ട്, അവള് വളരെ സ്മാർട്ടാണ്, അവള് ഏറ്റവും നല്ല സ്കൂളില് ടോപ്പർ, ഞാനാണെങ്കിലോ ഏറ്റവും പൊട്ട സ്കൂളില് ഞാൻ ലാസ്റ്റും. അയ്യോ എന്നെ കൊണ്ട് വയ്യാന്ന് ഇങ്ങനെ ആലോചിച്ചിട്ട് അവൻ അവിടെ കിടക്കുവാണ്. അവൻ കിടന്നിട്ട് ഇങ്ങനെ ആലോചിക്കുകയാണ്, കഴിഞ്ഞ വർഷവും നട്സുവ എനിക്ക് എല്ലാം പറഞ്ഞു തന്നു, എന്നിട്ട് ഞാൻ പാസ്സായില്ല, എന്നെ കൊണ്ട് എന്തായാലും പാസ്സാവാൻ പറ്റില്ല എന്നാ തോന്നുന്നേ. അപ്പൊ അവന് ഉസാമി പറഞ്ഞത് ഓർമ്മ വരുവാണ്, നമുക്ക് എന്തായാലും ഈ സ്പോർട്സ് ഫെസ്റ്റിവലിന് ഒരുമിച്ച് പങ്കെടുക്കണം റിൻഡാരോ. എന്നിട്ട് അവൻ പതുക്കെ കണ്ണു തുറക്കുമ്പത്തേനും പെട്ടെന്ന് വഗൂരി അവന്റെ മുമ്പിൽ വന്ന് നിൽക്കുവാണ്. റിൻഡാരോ നീ ഇവിടെ കിടന്ന് ഉറങ്ങുകയാണോ? എന്നിട്ട് അവൻ ഞെട്ടി എഴുന്നേറ്റിട്ട്, വഗൂരി നിന്നെ ഞാൻ ലൈബ്രറിന്റെ ഉള്ളിൽ വെച്ച് കണ്ടാണല്ലോ. എന്നിട്ട് അവൾ ചിരിച്ചിട്ട്, എനിക്കറിയായിരുന്നു അത് നീയാണെന്ന് റിൻഡാരോ എന്ന് പറയാണ്. അതുമല്ലാണ്ട് നിന്നെ കണ്ടിട്ട് കുറെ ദിവസമായില്ലേ, അപ്പൊ ഞാൻ അവിടെ വെച്ച് നിന്നെ കണ്ടപ്പോഴത്തേനും എനിക്ക് നിന്നോട് സംസാരിക്കണം തോന്നിയിട്ടാണ് ഞാൻ ഇറങ്ങി വന്നത്. അതുമല്ലാണ്ട് എനിക്ക് വിശക്കാനും തുടങ്ങി, അപ്പൊ എന്തേലും കഴിക്കാന്ന് പറഞ്ഞിട്ട് ഞാൻ ഇവിടെ വന്നതാണ്. എന്നിട്ട് റിൻഡാരോ എഴുന്നേറ്റിട്ട്, ആ ശരി വാ വന്ന് ഇവിടെ ഇരിക്ക്. എന്നിട്ട് അവളിങ്ങനെ ചോദിക്കാണ്, റിൻഡാരോ നീ ഇവിടെ പഠിക്കാൻ വന്നതാണോ? അവൻ ആന്ന് പറയുമ്പത്തേനും, വഗൂരി എന്നോട് ക്ഷമിക്കണം, നീ നിന്റെ കടയിലേക്ക് ഇൻവൈറ്റ് ചെയ്തിട്ട് എന്നെ കൊണ്ട് വരാൻ പറ്റിയില്ല. അപ്പൊ അവൻ, അതൊന്നും കുഴപ്പമില്ല, എല്ലാ മാസത്തും ഡിസ്കൗണ്ട് ഡേ വരുന്നതാണല്ലോ, എന്നാ ഞാൻ അടുത്ത മാസം വരാം, അപ്പത്തേനും ഞാൻ എന്റെ പാർട്ട് ടൈം ജോബിൽ പോയിട്ട് കാശൊക്കെ കുറച്ച് ഞാൻ സേവ് ചെയ്ത് വെക്കാം എന്ന് വഗൂരി പറയാണ്. അപ്പൊ റിൻഡാരോ ഷോക്കായിട്ട്, നിന്റെ ഫാമിലി റിച്ച് അല്ലേ, പിന്നെ എന്തിനാണ് നീ പാർട്ട് ടൈം ജോലിക്ക് പോകുന്നത്? അവള് ചിരിച്ചിട്ട് പറയാണ്, ഓ നീ എന്നെ കുറിച്ച് ഇങ്ങനെയൊക്കെയാണോ വിചാരിച്ചു വെച്ചിരിക്കുന്നത്? എന്റെ ഫാമിലി റിച്ച് ഒന്നും അല്ല, എനിക്ക് സ്കോളർഷിപ്പ് വഴിയായിട്ടാണ് കിക്കിയോല് അഡ്മിഷൻ കിട്ടിയത്, അതുമല്ലാണ്ട് ഞാൻ എപ്പോഴും ക്ലാസ് ഫസ്റ്റ് ആണ്. അത് കേൾക്കുന്ന റിൻഡാരോ ഷോക്കായിട്ട്, എന്ത് എപ്പോഴും ക്ലാസ് ഫസ്റ്റോ? എന്നിട്ട് വഗൂരി ഇരുന്നിട്ട്, എന്നെ കൊണ്ട് ഉറങ്ങാൻ പോലും പറ്റില്ല എക്സാം പ്രിപ്പറേഷൻ കാരണം, ക്ലാസ്സിൽ വന്നിട്ട് ടീച്ചേഴ്സ് പാഠം എടുക്കുമ്പോ ഉറക്കം വന്നിട്ട് ഞാൻ എന്നെ തന്നെ നുള്ളും ഉറങ്ങാതിരിക്കാൻ വേണ്ടിയിട്ട്. എന്നെ പോലെ ഒരു ഫാമിലിയിൽ പെട്ട ആൾക്ക് കിക്കിയോല് വന്ന് പഠിക്കുക എന്ന് പറഞ്ഞാൽ തന്നെ അത് ചിന്തിക്കാൻ പോലും പറ്റില്ല. അതുകൊണ്ടാണ് ഞാൻ വളരെ കഷ്ടപ്പെട്ട് പഠിക്കുന്നത്. ഞാൻ എന്റെ അച്ഛനോട് കുറെ പ്രാവശ്യം യാചിച്ചു എന്നെ എങ്ങനെയും കിക്കിയോല് ചേർക്കാൻ വേണ്ടിയിട്ട്, പക്ഷെ എന്റെ അച്ഛന് അതിന് മാത്രം കാശുണ്ടായിരുന്നില്ല. അങ്ങനെ ഞാൻ എങ്ങനെയോ കഷ്ടപ്പെട്ട് പഠിച്ചിട്ടാണ് കിക്കിയോല് ചേർന്നത്. അതിൽ ശരിക്കും എനിക്ക് വളരെ അഭിമാനമാണ്. റിൻഡാരോ മനസ്സിലിങ്ങനെ കരുതുവാണ്, ഞാൻ എപ്പോ വഗൂരിയുമായിട്ട് സമയം ചെലവഴിച്ചാലും ഞാൻ അവളെ നോക്കി കാണുന്നത് അവളുടെ മനസ്സ് മനോഹരമായ നിറയെ നിറങ്ങൾ കൊണ്ടുള്ള കണ്ണാടി പോലെയാണെന്നാണ് എനിക്ക് തോന്നുന്നത്. എന്നെ മറ്റുള്ളവര് ട്രീറ്റ് ചെയ്യുന്നത് എനിക്ക് ഇഷ്ടമല്ലായിരുന്നു, പക്ഷെ ഞാൻ എപ്പോഴാണ് അവരെ പോലെ ചിന്തിക്കാൻ തുടങ്ങിയെന്ന് ആലോചിക്കുമ്പോ എനിക്ക് എന്നോട് തന്നെ വെറുപ്പ് തോന്നുന്നുണ്ട് എന്ന് വിചാരിക്കാൻ കാരണം അവൻ വഗൂരിനെ വിഷമിപ്പിച്ചിട്ടുണ്ടാവില്ലേ, അതായിരിക്കും പെട്ടെന്ന് അവന് മനസ്സിൽ വരുന്നുണ്ടാവുക. എന്നിട്ട് റിൻഡാരോ വഗൂരിന്റെ അടുത്ത്, വഗൂരി നിനക്ക് ബുദ്ധിമുട്ടാവില്ല എന്നുണ്ടെങ്കിൽ എനിക്ക് എക്സാമിന് പഠിപ്പിച്ചു തരാൻ പറ്റുമോ? ഇനി വരുന്ന മിഡ് ടൈം എക്സാമിനും ഞാൻ ഫെയിൽ ആയി കഴിഞ്ഞാൽ വളരെ മോശമാവും, എനിക്ക് ഈ പ്രാവശ്യം തോറ്റാ സഹിക്കാൻ പറ്റില്ല, ഇപ്രാവശ്യം എന്തായാലും വിട്ടുകൊടുക്കാൻ പാടില്ല. ഓ ഞാൻ മറന്നു, നീ ഈ മാസം തിരക്കിലല്ലേ, നിനക്ക് ഫ്രീ ടൈം എന്തായാലും കിട്ടുണ്ടാവില്ല, ഞാൻ അത് മറന്നു. എന്നിട്ട് വഗൂരി അവന് റൈസ് കേക്ക് കൊടുത്തിട്ട്, അതൊന്നും കുഴപ്പമില്ല, എനിക്ക് ഫ്രീ ടൈം കിട്ടുമെന്ന് ഞാനൊന്ന് നോക്കട്ടെ, നമുക്ക് എന്തായാലും ഒരുമിച്ച് തന്നെ എക്സാമിന് പഠിക്കാം. അപ്പൊ അവന് സമാധാനമാവുകയാണ്. പെട്ടെന്ന് അവളുടെ ഒരു ഫ്രണ്ട് ഇങ്ങനെ നടന്നു വരുവാണ്. അപ്പൊ അവൾ അവിടെ ഇരുന്നിട്ട്, എനിക്ക് വേഗം തന്നെ എന്റെ
ഫ്രണ്ട്സിന്റെ അടുത്ത് തിരിച്ചു പോണം. അവിടെ നിന്റെ ഒപ്പം ഇരുന്ന ആ പെൺകുട്ടീനെയാണോ നീ പറയുന്നേ? ആ അതെ, അതല്ലാണ്ട് വേറൊരു ഫ്രണ്ടും കൂടെ എനിക്കുണ്ട്. അവൾ അടുത്തുള്ള ഷോപ്പിൽ പോയിരിക്കുകയാണ്. അവള് തിരിച്ചു വരുന്നതിന്റെ ഉള്ളില് എനിക്ക് അവരുടെ അടുത്ത് പോകണം. അത് പറഞ്ഞ് തീരുന്നതിന്റെ ഉള്ളില് അവളുടെ ഫ്രണ്ട് അവിടെ വന്നിട്ട് കരുക്കോ ഇത് ആരാണ് എന്ന് പറഞ്ഞിട്ട് സിൽവർ കളറിലുള്ള മുടിയുമായിട്ട് ഒരു പെൺകുട്ടി അവിടെ വന്ന് നിൽക്കുവാണ്. അവളുടെ പേരാണ് സുബാരു. സുബാരുവിനെ കണ്ടപാടെ റിൻഡാരോ അവിടെ ഇരുന്നിട്ട് എന്ത് സിൽവർ മുടിയോ, ഇവളിനി ഫോറിനർ വല്ലതും ആണോ, എന്ത് കൂളാണ് അവളെ കാണാന്ന് പറഞ്ഞിട്ട് അവളുടെ കണ്ണിങ്ങനെ നോക്കിക്കൊണ്ടിരിക്കുകയാണ് റിൻഡാരോ. അപ്പൊ അവള് റിൻഡാരോനെ നോക്കിയിട്ട് ഒരു നോട്ടം നോക്കും. അവൻ അവിടെ പേടിക്കുകയാണ്. നീ ചിഡോരിയിൽ പഠിക്കുന്ന ചെറുക്കനാണോ? അപ്പൊ അവൻ അതെ. എന്നാ നീ ഇനി കരുക്കോന്റെ അടുത്തേക്ക് വരാൻ പാടില്ല. എനിക്ക് ചിഡോരിയിൽ പഠിക്കുന്ന ആമ്പിള്ളേര് ഇവളുടെ അടുത്ത് ക്ലോസ് ആവുന്നത് ഇഷ്ടമല്ല എന്ന് സുബാരോ പറയുമ്പോഴത്തേനും വഗൂരി വന്നിട്ട് അവളുടെ അടുത്ത് പറയാണ് നിക്ക്. എന്നിട്ട് അവള് നീ പേടിക്കണ്ട, ഞാൻ നിന്റെ കൂടെ ഇല്ലേ, ഞാൻ നിന്നെ നോക്കിക്കോളാം. അപ്പൊ വഗൂരി ഞാൻ അതല്ല ഉദ്ദേശിച്ചത്. അപ്പത്തേനും ഉസാമി അവന്റെ ഫ്രണ്ട്സിനെയും കൂടെ കൂട്ടിയിട്ട് അവിടെ വന്നിട്ടുണ്ടാവും. എന്നിട്ട് റിൻഡാരോ ഞങ്ങള് വന്നു. എന്നിട്ട് ഉസാമി നോക്കുമ്പോ അതാ യൂണിഫോം. അപ്പൊ സുബാരു അവിടെ വന്നിട്ട് വന്നല്ലോ കൊറേ പൊട്ടന്മാര്. എന്നിട്ട് ഉസാമി അവിടെ വന്നിട്ട് നിങ്ങൾ കിക്കിയോയിൽ പഠിക്കുന്ന പെമ്പിള്ളേരല്ലേ, നിങ്ങൾക്ക് റിൻഡാരോയുമായി എന്താണ് ബന്ധം? എനിക്ക് തോന്നുന്നു അവൻ കിക്കിയോ ഗേൾസുമായിട്ട് ചാറ്റ് ചെയ്യാൻ തുടങ്ങിയെന്ന്. അപ്പൊ പെട്ടെന്ന് റിൻഡാരോ എഴുന്നേറ്റ് വരുവാണ്. അപ്പൊ സബാരോ വഗൂരിന്റെ അടുത്ത് ഈ വൃത്തികെട്ടവന്മാർക്ക് വേണ്ടിട്ട് നമ്മുടെ സമയം എന്തിനാണ് കളയുന്നത്, വാ പോവാം. അപ്പൊ ഉസാമി അവിടെ വന്നിട്ട് എന്ത് വൃത്തികെട്ടവന്മാരോ എന്ന് പറഞ്ഞിട്ട് വഗൂരിനെ നോക്കിയിട്ട് നിന്നെ ഞാൻ എവിടെയോ കണ്ടിട്ടുണ്ടല്ലോ എന്ന് പറഞ്ഞ് അടുത്ത് വരുമ്പോഴത്തേനും സബാരുവിന് ദേഷ്യം വരും. പെട്ടെന്ന് വഗൂരിനെ പ്രൊട്ടക്ട് ചെയ്യാണ്. അതേസമയം റിൻഡാരോ വന്ന് ഉസാമീനെ തടയുണ്ടാവും. അപ്പൊ അവളിങ്ങനെ റിൻഡോരോനെ ഇങ്ങനെ നോക്കുവാണ്, ഇവൻ എന്താ ഈ ചെയ്യുന്നതെന്ന് ആലോചിച്ചിട്ട്. അപ്പൊ പാവ ഉസാമി റിൻഡാരോ നീ എന്താ ഈ ചെയ്യുന്നേ, ഞാനൊന്നും അവളെ ചെയ്യില്ല. എന്നിട്ട് റിൻഡാരോയ്ക്ക് ആകെ എന്തോ പോലെയാവും. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ കരുതാണ് ഉസാമി കുറച്ച് അടുത്ത് വന്നപ്പോഴത്തേനും ഞാൻ എന്തിനാ അങ്ങനെ ചെയ്യാൻ കാരണം. എന്നിട്ട് സബാരു വഗൂരിനെ പിടിച്ചിട്ട് ഇതുകൊണ്ടാണ് ഇവരുടെ അടുത്തൊന്നും സംസാരിക്കാൻ പാടില്ല ഞാൻ പറയുന്നതെന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് കൂട്ടിക്കൊണ്ടു പോവാണ്. അപ്പൊ നട്സുവ അവിടെ എന്നിട്ട് ഞങ്ങൾ കുറച്ചു നേരം മുമ്പ് ഒരു കാര്യം ചോദിച്ചിരുന്നു, അത് നിങ്ങൾ മറന്നോ? നിങ്ങൾ കിക്കിയോയില് പഠിക്കുന്ന മിടുക്കികളായിട്ടുള്ള പെമ്പിള്ളേരല്ലേ, നിന്റെ മുടിക്ക് ഇത് എന്ത് പറ്റിയതാണ്? കിക്കിയോയില് മുടിക്ക് കളറൊക്കെ ചെയ്യാവോ? അതൊക്കെ അലൗഡ് ആണോ? അവിടെ പഠിക്കുന്ന സ്റ്റുഡൻസിനൊക്കെ തോന്നിയ പോലെ നടക്കാനുള്ള അവകാശമുണ്ടോ? ചിലപ്പോ പണക്കാരിയായ ചെറിയ കുട്ടീനെ സംരക്ഷിച്ച് നടക്കുന്നത് കൊണ്ട് ഇതൊക്കെ സമ്മതിക്കുമായിരിക്കും. ഇതൊക്കെ കേൾക്കുമ്പോ സബാരുവിന് വിഷമാവുകയാണ്. പെട്ടെന്ന് വഗൂരി എന്ന് പറയുമ്പോഴത്തേനും റിൻഡാരോ അതിന്റെ നടുവിൽ വന്നിട്ട് നട്സുവ നീ നിന്റെ അതിര് വിട്ടാണ് നീ സംസാരിക്കുന്നത്. നീ ഇങ്ങനെയൊന്നും ആൾക്കാരെ വിഷമിപ്പിക്കില്ലല്ലോ, നിനക്ക് എന്താ ഇത് പറ്റിയത്? അവളെ നിങ്ങക്ക് മനസ്സിലായില്ലേ? അവൾ ഒരു ദിവസം ചിഡോരി സ്കൂളിന്റെ മുമ്പിൽ വന്ന് നിന്നിരുന്നില്ലേ? അപ്പൊ ഉസാമി ഇപ്പോഴാണ് എനിക്ക് ഓർമ്മ വരുന്നത്. അപ്പൊ ഞാൻ അവളെ ലൈബ്രറിയിൽ വെച്ച് കണ്ടപ്പോ അന്ന് അവളെ പേടിപ്പിച്ചതിന് ഞാൻ സോറി പറയാൻ വേണ്ടി വിളിച്ചതാണ്. ഞാനാണ് അവരുടെ അടുത്ത് പോയി സംസാരിച്ചത്, അല്ലാണ്ട് അവരല്ല. അപ്പൊ അയോട്ട വന്നിട്ട് ഉസാമിന്റെ കാതില് അന്ന് അവളെ പേടിപ്പിച്ച ആരാന്നറിയോ? നീയാണ്. അപ്പൊ ഉസാമി പോയിട്ട് അവരുടെ അടുത്ത് കൈകൂപ്പിയിട്ട് സോറി ചോദിക്കുവാണ്. എല്ലാം എന്റെ തെറ്റാണ്, എന്നോട് ക്ഷമിക്കൂ. നിങ്ങൾ കിക്കിയോയിലുള്ളത് കൊണ്ടാണ് ഞാൻ അങ്ങനെ പെരുമാറിയത്. അത് കണ്ടിട്ട് വഗൂരി അവരുടെ അടുത്ത് തല താഴ്ത്തിയിട്ട് സോറി ചോദിക്കുവാണ്. അത് സബാരുവിന് ഇഷ്ടാവുന്നില്ല. കരുക്കോ നീ എന്താ ഈ ചെയ്യുന്നേ? അതൊന്നും കേൾക്കാണ്ട് വഗൂരി ഞാനാണ് എല്ലാത്തിനും കാരണം, ഞാൻ എല്ലാവരോടും സോറി ചോദിക്കുന്നു ഇങ്ങനെ ഒരു പ്രശ്നം ഉണ്ടായതിന്. സബാരു എന്നിട്ട് നീ ഇങ്ങനെ ഒന്നും കാണിക്കാതെ എഴുന്നേക്ക്. എന്നിട്ട് വഗൂരി സബാരു നീയും ചെയ്യുന്നു പറയുവാണ്. അപ്പൊ സബാരു റിൻഡാരോനെ ഇങ്ങനെ നോക്കിയിട്ട് എന്നെ കൊണ്ടൊന്നും ചെയ്യാൻ പറ്റില്ല എന്ന് പറഞ്ഞിട്ട് അവൾ അവിടുന്ന് പോവുകയാണ്. വഗൂരി വീണ്ടും അവരോട് സോറി ഞാൻ ഇവിടുന്ന് പോവുകയാണെന്ന് പറഞ്ഞിട്ട് അവളും സബാരുവിന്റെ അടുത്തേക്ക് ഓടിപ്പോവാണ്. ഇത് കണ്ടിട്ട് ഉസാമി ഇങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കുകയാണ്, കിക്കിയോല് പഠിക്കുന്ന എല്ലാ പെൺപിള്ളേരും ഒരുമാതിരി ഇല്ലടാ, നല്ല പെൺപിള്ളേരും ഉണ്ട് അവിടെ. എന്തായാലും നമ്മള് നല്ല മനുഷ്യന്മാരാണ്, നമ്മൾ അവരുടെ അടുത്തൊക്കെ സോറി പറഞ്ഞില്ലേ. ഇവിടെ സോറി പോലും ചോദിക്കാൻ പറ്റാത്ത ഒരു വൃത്തികെട്ടവൻ നിപ്പുണ്ട്, അതാരാന്നറിയോ? നമ്മുടെ സഖു എന്ന് പറയുമ്പോഴത്തേനും അവിടെ കിടന്ന് കാറുവാണ്. അവളുമാരുടെ അടുത്ത് വടി കൊടുത്തിട്ട് അടി മേടിച്ചിട്ട് സോറി ചോദിക്കാനൊന്നും എന്നെ കിട്ടില്ല. ഉസാമി എന്നിട്ട് അവനെ പോയി കെട്ടിപ്പിടിച്ചിട്ട് അത് സാരമില്ലടാ പോട്ടെ, നമ്മളിപ്പോ എന്താ ചെയ്യാൻ പോകുന്നേ? നമ്മളിപ്പോ ഒരു നല്ല ഫാമിലി ഡിന്നറിന് പോയിട്ട് ഇരുന്ന് പഠിക്കാൻ പോണൂന്ന് പറഞ്ഞിട്ട് അവര് ഫൺ ചെയ്യാണ് അവിടെ നിന്നിട്ട്. അതേസമയം സബാരുവും വഗൂരിയും കൂടെ കൂടിയിട്ട് ലൈബ്രറിയിലേക്ക് ഇങ്ങനെ നടന്നുകൊണ്ട് പോവായിരിക്കും. നീ എന്തിനാ പിള്ളേരുടെ അടുത്ത് പോയി സംസാരിക്കാൻ പോകുന്നേ? അതും ഇല്ലാണ്ട് ഒരു കാര്യമില്ലാണ്ട് അവരുടെ അടുത്ത് എന്തിനാ നീ സോറി പറയുന്നേ? അവരെന്ത് ചെയ്ത് കഴിഞ്ഞാലും അവരുടെ തെറ്റ് അവർ മനസ്സിലാക്കാൻ പോകുന്നില്ല. പ്രാന്തന്മാര്, ഈ ആണുങ്ങളൊക്കെ ഒരേപോലെ തന്നെ. പെട്ടെന്നാണ് സബാരുക്ക് റിൻഡാരോനെ ഓർമ്മ വരുന്നത്.
കരുക്കോ, അതിലുണ്ടായിരുന്ന ആ വലിയ ചെറുക്കനെ പറ്റിയിട്ട് നിനക്ക് എന്താ അഭിപ്രായം? അപ്പൊ വകൂരി പെട്ടെന്ന് നാണിച്ചുള്ള ഫേസ് വെച്ചിട്ട് അവൻ വളരെ നല്ലവനാണ്, അവനെ പോലെ നല്ലവനെ ഞാൻ എവിടെയും കണ്ടിട്ടില്ല. അത് കേൾക്കുമ്പോഴത്തേനും ഷോക്കായി സങ്കടപ്പെടുവാണ് നമ്മുടെ സബാരു. വകൂരി എന്നിട്ട് സബാരു സബാരു നിന്റെ കയ്യിൽ എന്താ ഉള്ളത്? അത് നമുക്ക് കഴിക്കാനുള്ള കുറച്ച് സ്നാക്സ് ആണ്. ലൈബ്രറിയിൽ വെച്ച് ഇതൊന്നും കഴിക്കാൻ പാടില്ല എന്ന് എനിക്ക് അറിയില്ലേ? അപ്പത്തേനും മൂന്നാമത് ഒരുത്തി അവിടെ വന്നിട്ട് ദൈവമേ എത്ര സമയമായി നിങ്ങൾ പോയിട്ട്, വേഗം വാന്ന് പറഞ്ഞ് വിളിക്കുവാണ്. ആ സീൻ അവിടെ കഴിഞ്ഞിട്ട് അടുത്ത സീന് റിൻഡാരോ വീട്ടിലിരുന്നിട്ട് അവര് ഹോട്ടലിൽ വെച്ച് പ്രാക്ടീസ് ചെയ്ത് പ്രോബ്ലംസ് ഒക്കെ വീട്ടിലും വന്നിരുന്നിട്ട് ചെക്ക് ചെയ്തോണ്ടിരിക്കുകയായിരിക്കും. അവനാണെങ്കിൽ ആ പഠിച്ചതൊക്കെ മറന്നിട്ടുണ്ടാവും. അവൻ എന്ത് ചെയ്യണമെന്ന് അറിയാണ്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക. പെട്ടെന്ന് അവന്റെ ഫോണിലേക്ക് വകൂരി മെസ്സേജ് അയക്കുകയാണ്, നീ ഫ്രീ ആണോ, സംസാരിക്കാൻ പറ്റുമെന്ന്. അപ്പൊ ഇവൻ ഓക്കെ എന്ന് പറയുമ്പോഴത്തേനും പെട്ടെന്ന് കോള് വരുവാണ്. എന്നിട്ട് കോളില് ഇത് കരുക്കയാണ് എന്ന് വളരെ ഫോർമൽ ആയിട്ടായിരിക്കും അവള് സംസാരിക്കുന്നുണ്ടാവുക. അപ്പൊ പെട്ടെന്ന് ഇവനും ഞാൻ റിൻഡാരോ ആണ്. എന്നിട്ട് വകൂരി അവിടെ ഇരുന്ന് ഇന്ന് ലൈബ്രറിയിൽ നടന്ന കാര്യത്തിന് സോറി പറയാണ്. അതൊന്നും കുഴപ്പമില്ല, എന്റെ ഫ്രണ്ട്സ് ഓവറായിട്ടാണ് സംസാരിച്ചത്. അപ്പൊ വകൂരി എന്റെ ഫ്രണ്ട് സബാരു അങ്ങനെ ചെയ്തതിനും എന്നോട് ക്ഷമിക്കണം, അതുമല്ലാണ്ട് ഞാൻ കാരണം നീ നുണയും പറയേണ്ടി വന്നു. അപ്പൊ റിൻഡാരോ അതൊന്നും കുഴപ്പമില്ല, ഞാൻ അതൊക്കെ അപ്പോഴേ മറന്നു. അപ്പൊ അവള് നീ വളരെ കൈൻഡ് ആണ് റിൻഡാരോ, ഓരോ തവണ നീ എന്നെ വന്ന് പ്രൊട്ടക്ട് ചെയ്യുമ്പോഴും എനിക്ക് വളരെ കൂളായിട്ടാണ് നിന്നെ കണ്ടാ തോന്നുന്നത്, താങ്ക് യു സോ മച്ച് എന്ന് പറയുമ്പോഴത്തേനും റിൻഡാരോയ്ക്ക് നാണം വന്നിട്ടിരിക്കുവാണ് അവിടെ. എന്നിട്ട് ഫോണിൽ സംസാരിക്കുന്നൊന്നും അവനെ അറിയുന്നില്ല. അവൻ ഫോണ് താഴെ വെച്ചിട്ട് അവനെ ആലോചിക്കാണ്, എന്നെ ആരും ഇതുവരെയായിട്ടും ഇങ്ങനെ ഒരു വാക്ക് പറഞ്ഞിട്ടില്ല. അപ്പൊ ഫോണിൽ വകൂരി ഹലോ ഹലോ എന്ന് പറയുന്നുണ്ട്. പെട്ടെന്ന് ഫോൺ എടുത്ത് അവൻ കാതിൽ വെച്ചിട്ട് ഞാൻ ഇവിടെ തന്നെ ഉണ്ട്, ഇന്നലെ വൈകുന്നേരം നീ പറഞ്ഞില്ലേ നമുക്ക് ഒരുമിച്ച് പഠിക്കാന്ന്, എനിക്ക് ഈ സാറ്റർഡേ കുറച്ച് ഫ്രീ ടൈം കിട്ടുന്ന തോന്നുന്നത്, നമുക്ക് സാറ്റർഡേ ഒരുമിച്ച് പഠിച്ചാലോ? എന്നിട്ട് അവള് റിൻഡാരോന്റെ അടുത്ത് എന്നോട് ക്ഷമിക്കണം, ഞാൻ നിന്നോട് വളരെ കാഷ്വൽ ആയിട്ടാണ് സംസാരിക്കുന്നത്, ഞാൻ കുറച്ചും കൂടി ഫോർമൽ ആയിട്ട് സംസാരിക്കാൻ ഇനി ശ്രദ്ധിച്ചോളാം. അപ്പൊ എന്തിനെന്ന് ചോദിക്കുകയാണ് റിൻഡാരോ. അത് ഞാൻ നിന്റെ കേക്ക് കടയിൽ വരുന്ന ഒരു കസ്റ്റമർ അല്ലേ, അപ്പൊ ഞാൻ കാഷ്വൽ ആയിട്ടല്ലേ നിന്റെ അടുത്ത് സംസാരിക്കാൻ പാടുള്ളൂ. അപ്പൊ അവനിങ്ങനെ മനസ്സിൽ കരുതുവാണ്, വകൂരിക്ക് ഞാൻ വെറും ഒരു ബേക്കറിയിലുള്ള ഒരു ചെറുക്കനാണ്. എനിക്കിത് കേട്ടിട്ട് വളരെ വിഷമം തോന്നുന്നുണ്ടല്ലോ, ഞാൻ എന്തോ അവളോട് കൂടുതലായിട്ട് അടുത്തു പോയോന്ന് എനിക്ക് തോന്നുന്നു. എന്നിട്ട് റിൻഡാരോ സാറ്റർഡേ അല്ലേ, ഞാൻ ഫ്രീ തന്നെയാണ്. അപ്പൊ വകൂരി എന്നാ നമുക്ക് അസാഗി സ്റ്റേഷനിൽ വെച്ച് മീറ്റ് ചെയ്യാം. അവനെ ഓക്കെ പറയാണ്. അപ്പൊ വകൂരി എന്നാ ശരി എന്ന് പറയുമ്പോഴത്തേനും റിൻഡാരോ അപ്പൊ അവള് ഫോൺ വെക്കാൻ വേണ്ടി പോവാണ്. വകൂരി എപ്പോഴും ചിരിച്ചോണ്ടായിരിക്കും ഇരിക്കുക. ഇപ്പൊ അവള് ഏത് ഫേസിലായിരിക്കും എന്നോട് സംസാരിക്കുന്നുണ്ടാവുക, ഞാൻ എന്താ അവളോട് പറയാ എന്നിങ്ങനെ വിചാരിച്ചിട്ട് അവൻ അവളോട് പറയാണ്, അടുത്ത പ്രാവശ്യം നീ എന്നെ കാണുമ്പോ എന്നോട് ഫോർമൽ ആയിട്ട് സംസാരിക്കണമെന്നൊന്നും ഇല്ല. അങ്ങനെ പറയുമ്പോഴത്തേനും അവന്റെ ഫേസ് ഒക്കെ അങ്ങനെ ചുമന്നു വരുവാണ്. അപ്പൊ അവള് ശരി എന്നാ ഗുഡ് നൈറ്റ്. എന്നിട്ട് ഫോൺ കട്ടാക്കിയിട്ട് അവൻ ആ ബെഡിൽ കിടന്നിട്ട് എന്റെ അമ്മോ ഞാൻ കറക്റ്റ് ആയിട്ട് തന്നെയാണ് അവളുടെ അടുത്ത് സംസാരിച്ചത്, അതോ ഞാൻ എന്തെങ്കിലും മണ്ടത്തരായിട്ട് സംസാരിച്ചോ, എന്റെ മുഖമൊക്കെ ചുട്ടു പൊള്ളുന്നു. അങ്ങനെ ഈ സൈഡ് നോക്കുമ്പോഴത്തേനും വകൂരിന്റെ ഫേസ് ഫുള്ളായിട്ട് റെഡ് ആയിട്ട് അവളും ഇങ്ങനെ മുഖത്ത് കൈവച്ചിട്ടായിരിക്കും ഇരിക്കുന്നുണ്ടാവുക നാണിച്ച്. അങ്ങനെ അവർ രണ്ടുപേരും അല്ലാണ്ട് മൂന്നാമതൊരാള് സബാരു അവളുടെ വീട്ടില് അവളും വകൂരിയും കൂടെ ചെറുപ്പത്തിലെടുത്ത ഫോട്ടോ നോക്കിയിരുന്ന് ഇങ്ങനെ സങ്കടത്തിലിരിക്കുവാണ്. അങ്ങനെ സബാരുവിനെ കാണിച്ചുകൊണ്ട് എപ്പിസോഡ് അങ്ങനെ തീരുവാണ്. ഓക്കെ ഗൈസ്, അപ്പൊ നിങ്ങൾക്ക് ഈ എപ്പിസോഡ് ഇഷ്ടമായെന്ന് ഞാൻ പ്രതീക്ഷിക്കുന്നു. നിങ്ങളുടെ അഭിപ്രായങ്ങളും നിർദ്ദേശങ്ങളൊക്കെ കമന്റ് സെക്ഷനിൽ അറിയിക്കുക. അപ്പൊ അടുത്ത വീഡിയോയുമായി കാണുന്നത് വരെ എല്ലാവർക്കും ടാറ്റാ ബൈ ബൈ.